കേസിന്റെ ഗുരുതര സ്വഭാവം മനസ്സിലാക്കി തന്നെയാണ് ആന്റണി രാജു എം.എൽ.എയെ വീണ്ടും വിചാരണ ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടത്. അതും സുപ്രീം കോടതിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപ്രകാരം തൊണ്ടിമുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു നെടുമങ്ങാട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഇന്നലെ മുതൽ ഹാജരാകാൻ തുടങ്ങിയിരിക്കുന്നു. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കേസിന്റെ വിചാരണ അടിയന്തരമായി നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും പ്രഥമ ദൃഷ്ട്യാ ആന്റണി രാജു ചെയ്തത് വലിയ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ എം.എൽ.എയുടെ രാജി അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഇത് ഉറപ്പിച്ച് തന്നെയായിരിക്കണം ആന്റണി രാജു നേരിട്ട് കോടതിയിലെത്തിയത്. ഒന്നാം പ്രതി ജോസും വിചാരണയ്ക്കായി കോടതിയിലെത്തിയിരുന്നു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വിചാരണ നടത്തി പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാനാണ് തീരുമാനം. കാരണം സമയം വൈകിക്കാതെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശമുണ്ടെന്ന് കോടതി പരാമർശിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് എം.എൽ.എയും മാസങ്ങൾക്ക് മുൻപ് വരെ മന്ത്രിയുമൊക്കെ ആയിരുന്ന ആന്റണി രാജു ചെയ്തത് ചെറിയ തെറ്റല്ല. രാജ്യദ്രോഹം എന്നറിയപ്പെടുന്ന ലഹരി കേസിൽ അറസ്റ്റിലായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷിക്കാൻ കോടതിയിലിരുന്ന തൊണ്ടിമുതലിൽ അഥവാ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചിരിക്കുകയാണ് അന്ന് അഭിഭാഷക ജോലി ചെയ്തിരുന്ന ആന്റണി രാജു. ഇത് സുപ്രീം കോടതിക്ക് മനസ്സിലായി. അതാണ് കഴിഞ്ഞ 18 വർഷമായി നിശ്ചലാവസ്ഥയിലിരുന്ന കേസ് എത്രയും പെട്ടെന്ന് ശിക്ഷ തീരുമാനിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് അഭിഭാഷകർ എന്ന് പറഞ്ഞാൽ ഏതു തരം കേസും ഏറ്റെടുക്കും. എന്നാൽ അതിനൊക്കെ ഒരു മാന്യതയില്ലേ? മാത്രമല്ല ആന്റണി രാജു ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവാണ്, ഒരു പൊതുപ്രവർത്തകനാണ്, ഇപ്പോഴിതാ മന്ത്രിയുമായ ഒരാൾ. രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിക്കാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളുടെ ജീവിതം കോടതി വ്യക്തമായി ശ്രദ്ധിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരാൾ നിയമത്തെ തോൽപ്പിക്കാൻ തെളിവ് നശിപ്പിച്ചാൽ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വലുതും ഗുരുതരവുമായിരിക്കും. ലഹരിമരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിലന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു വെട്ടിമാറ്റി കൃത്രിമം നടത്തിയതിന്റെ അപകടം വ്യക്തമായി മനസ്സിലാക്കി തന്നെയാണ് കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം CJM കോടതി അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിൽ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തായിരുന്നു ആന്റണി രാജു ഹർജി നൽകിയത്. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ സുപ്രീം കോടതി നല്ല തീരുമാനം തന്നെയാണ് എടുത്തത്. മാത്രമല്ല രണ്ടാം പ്രതിയായ ആന്റണി രാജു വ്യക്തമായി കുറ്റം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു അദ്ദേഹം തന്നെ പ്രതിനിധീകരിക്കുന്ന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഇതിനപ്പുറം ശിക്ഷ കിട്ടാൻ വേറെ വഴി ആലോചിക്കേണ്ടതുണ്ടോ? 10 വർഷം വരെയൊക്കെ ശിക്ഷ കിട്ടാവുന്ന കേസ് എന്നൊക്കെ നിയമവിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും 2 വർഷം ശിക്ഷിച്ചാൽ തന്നെ അയോഗ്യനായി MLA സ്ഥാനം രാജിവെക്കണം. 2 വർഷം ശിക്ഷിച്ചാൽ തന്നെ അയോഗ്യനായി MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥ. ഏതായാലും തിരുവനന്തപുരം MLA അയോഗ്യതയുടെ വക്കിലേക്കെന്ന സൂചന വരുമ്പോൾ തലസ്ഥാന നഗരം ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേദിയാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.